അയ്യപ്പ സംഘവുമായി സഹകരിക്കുന്നതിൽ തീരുമാനമെടുക്കാനുള്ള UDF യോഗം പുരോഗമിക്കുന്നു. ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത്. അതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശിനെ ക്ഷണിക്കാനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലെത്തിയെങ്കിലും അദ്ദേഹത്തിനെ കാണാൻ, അതായത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന് കൂടുതൽ പിന്തുണ ഉറപ്പിക്കാൻ നീക്കം സജീവമാക്കിയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. എതിർക്കുന്നവരെ നേരിൽ കണ്ട് ചർച്ച നടത്തുമെന്നാണ് അറിയുന്നത്. MG പ്രതീഷ് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, പറയൂ. ഗുഡ് ഈവനിങ്, പറയൂ. SKN ആഗോള അയ്യപ്പ സംഗമത്തിനായി സമുദായ സംഘടനകളുടെ വലിയ പിന്തുണ ദേവസ്വം ബോർഡിനും സർക്കാരിനുമുണ്ട്. പക്ഷേ അപ്പോഴും രാഷ്ട്രീയ വിയോജിപ്പുകൾ അല്ലെങ്കിൽ എതിർപ്പുകൾ അതേപടി നിലനിൽക്കുകയാണ്. തുടക്കം മുതൽ ഈ കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത് ഇത് സർക്കാരിന് വേണ്ടി എടുക്കുന്ന ഒരു പരിപാടിയാണ് എന്നതാണ് കോൺഗ്രസിന്റെ ഒരു നിലപാട്. ഇതിൽ രാഷ്ട്രീയ നാടകമാണ് ഇതിന് പിന്നിലെന്നൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ അപ്പോഴും UDFൽ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് അഭിപ്രായം ഉയരുന്നുണ്ട്. നല്ലതാണെങ്കിൽ നടക്കട്ടെ എന്നതായിരുന്നു ലീഗിന്റെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പൊതു നിലപാടിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് UDF യോഗം ചേരുന്നത്. ഓൺലൈനായി ആണ് യോഗം നടക്കുന്നത്. ഇതിൽ ഈ സ്വീകരിക്കേണ്ട പൊതുവായിട്ടുള്ള ഒരു നിലപാടായിരിക്കും ചർച്ച ചെയ്യുന്നത്. ഈ സമുദായ സംഘടനകൾ, പ്രബലമായ സമുദായ സംഘടനകളുടെ പിന്തുണ ലഭിച്ചതോടുകൂടി തന്നെ ശക്തമായൊരു എതിർപ്പിലേക്കോ വിയോജിപ്പിലേക്കോ പോകാനുള്ള ഒരു സാധ്യതയില്ല എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF നിലപാട് വ്യക്തമാകും. പ്രതിപക്ഷ നേതാവ് തുടക്കം മുതൽ ഇതിൽ കടുത്ത ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. കാരണം ഇതുമായി സഹകരിക്കില്ലെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് അംഗങ്ങളും അദ്ദേഹത്തിന്റെ കന്റോൺമെന്റ് ഹൗസിൽ എത്തിയിരുന്നു. പക്ഷേ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിരുന്നിട്ട് പോലും കാണാൻ കൂട്ടാക്കിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഔദ്യോഗിക ക്ഷണക്കത്ത് വാങ്ങുക മാത്രമാണ് ചെയ്തത്. അത് ഔദ്യോഗിക ക്ഷണക്കത്ത് ഓഫീസിൽ നൽകിയ ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു അതൃപ്തി പരസ്യമാക്കുക കൂടിയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഇനി UDFന്റെ നിലപാട് എന്തായിരിക്കുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അതുപോലെ തന്നെ BJPയും ഈ വിഷയത്തിൽ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കണമെന്നതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അതിൽ തീരുമാനം എടുക്കുമോ എന്നതാണ് ഈ ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും ചോദിക്കുന്നത്. ഒപ്പം ഏതെങ്കിലും തരത്തിൽ സമുദായ സംഘടനകൾ എതിർപ്പുമായി വന്നാൽ അവരെ സമവായത്തിലൂടെ നേരിടാനാണ് നിലവിൽ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. പന്തളം കൊട്ടാരവുമായി 6-ാം തീയതി ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ചർച്ച നടത്തുന്നുണ്ട്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നേരത്തെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നതാണ് പന്തളം കൊട്ടാരത്തിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഒരു അനുനയ ചർച്ച 6-ാം തീയതി നടക്കും. ഒപ്പം BJP എതിർപ്പുകൾക്കിടയിലും 4-ാം തീയതി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നേരിട്ട് ക്ഷണിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സമവായ നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. ഒപ്പം രാഷ്ട്രീയ വിയോജിപ്പുകൾ തുടരുകയും ചെയ്യുന്നു. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.